അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്നത് ഏറ്റവും മഹത്തായ 10 ദിനരാത്രങ്ങളാണ്. ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ അതിമഹത്തായ ദിനരാത്രങ്ങളാണ്. എന്തുകൊണ്ടാണ് അത്രത്തോളം മഹത്വവും അതിന് ലഭ്യമാകാനുണ്ടായ കാരണം എന്നതിനെ സംബന്ധിച്ച പഠനം പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയുണ്ടായത് ഇബ്നു ഹജറും മറ്റും പ്രത്യേകമായി സൂചിപ്പിക്കുകയൊക്കെ ചെയ്തത് ഇപ്രകാരമാണ്. ഇസ്ലാം ദീനിലെ തൗഹീദും നമസ്കാരവും നോമ്പും സദഖയും ഹജ്ജും സമഞ്ജസമായി സമ്മേളിക്കപ്പെടുന്ന ഒരേ ഒരു സമയം ഈ ദിനരാത്രങ്ങളാണ്. അതുകൊണ്ട് ഈ ദിനരാത്രങ്ങൾ ഏറ്റവും മഹത്വമേറിയ ദിനങ്ങളാണ് എന്നാണ് സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയും സൂചിപ്പിക്കുകയുണ്ടായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ സൂചിപ്പിക്കുകയുണ്ടായത് ഇപ്രകാരമാണ്: ഈ ദിനരാത്രങ്ങളിൽ നിർവഹിക്കുന്ന അമലു സാലിഹാത്തുകളേക്കാൾ മറ്റൊരു അമലു സാലിഹാത്തും വേറെ ഇല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂചിപ്പിക്കുകയുണ്ടായി. സ്വാഭാവികമായും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദ് ഏറ്റവും മഹത്വമേറിയൊരു പ്രവർത്തനമാണ്. സഹാബിവര്യന്മാർക്ക് സംശയമായി. വലൽ ജിഹാദു ഫി സബീലില്ല, അവർ ചോദിച്ചു, പ്രവാചകരെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്താലും ഉണ്ടാവുകയില്ലേ, ഈ മഹത്വം ലഭ്യമാവുകയില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് കൊടുത്ത മറുപടി ഇപ്രകാരമാണ്: വലൽ ജിഹാദു ഫി സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം ചെയ്താലും അതിനും ഇത്രത്തോളം മഹത്വമേറുകയില്ല. ഇല്ല റജുലുൻ, പക്ഷേ ഒരു മനുഷ്യൻ, ഖറജ ബി മാലിഹി വ നഫ്സിഹി, ഖറജ ബി നഫ്സിഹി വ മാലിഹി, അദ്ദേഹം തൻ്റെ സ്വശരീരമായും ധനവുമായും ഇറങ്ങി പുറപ്പെട്ടു. അദ്ദേഹം ആ മാർഗത്തിൽ മരണപ്പെടുകയും ചെയ്തു. സുമ്മലം യർജിഅ, അതിൽ നിന്ന് അദ്ദേഹത്തിന് മടങ്ങി വരാൻ കഴിയാത്ത വിധം അദ്ദേഹം അള്ളാഹുവിൻ്റെ ചാരയിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അതൊരു മഹത്വമേറിയ പ്രവർത്തനം തന്നെയാണ്. അദ്ദേഹം തിരിച്ചു വന്നിട്ടുണ്ടെങ്കിലോ അപ്പോഴും ഈ 10 ദിനരാത്രങ്ങളിൽ നിർവഹിക്കുന്ന പ്രവർത്തനത്തിനാണ് മഹത്വമേറുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, രാത്രികളിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ രാത്രി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാത്രികൾ എന്ന് പറയുന്നത് റമദാൻ ഷരീഫിലെ അവസാനത്തെ 10 രാത്രികളിലാണ്. അതിന് കാരണം ലൈലത്തുൽ ഖദർ ആ ദിനരാത്രങ്ങളിലാണ്. ലൈലത്തുൽ ഖദർ ഖൈറും മിൻ അൽഫി ശഹർ, ലൈലത്തുൽ ഖദർ 1000 മാസത്തേക്കാൾ ഉത്തമമേറിയതാണ്. എന്നാൽ ദിനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വമേറിയ ദിനം അത് അറഫാ ദിനമാണ്. ആ അറഫാ ദിനം ദുൽഹജ്ജ് 9-ാം തീയതിയാണ് കടന്നു വരിക. അത് പ്രഖ്യാപിക്കപ്പെട്ടതാണ്. ലൈലത്തുൽ ഖദർ ഇന്ന ദിവസമാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ട് പോലുമില്ല. എന്നാൽ ഈ ദിനത്തിൻ്റെ മഹത്വം അത് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളതാണ്. എന്നാണ് ദുൽഹജ്ജ് 9 ആകുന്നത്, അന്നാണ് ആ മഹത്വമേറിയ ദിനം. ആ ദിനത്തിലാണ് ഈ വിശുദ്ധ മതം പൂർത്തീകരിക്കപ്പെടുകയുണ്ടായത്. അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കും ഇസ്ലാമ ദീന എന്ന ഇറങ്ങിയതും ഈ മതം സമ്പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളതും ആ ദിനത്തിലാണ്. അപ്പോൾ ഏറ്റവും മഹത്വമേറിയ ദിനമുള്ള സമയം ഈ ദുൽഹജ്ജ് 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾക്കിടയിലാണ്. അതുകൊണ്ട് ഈ ദിനരാത്രങ്ങൾ ഏറ്റവും മഹത്വമേറിയ ദിനരാത്രങ്ങളാണ്. ആയതിനാൽ അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ അർത്ഥത്തിലും ആത്മീയ തലങ്ങളിൽ കൂടുതൽ സജീവമാകുവാനും അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള സൽപ്രവർത്തികളിൽ വ്യാപൃതമാകുവാനും നമുക്ക് ഏവർക്കും സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാൻ അതിനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും നമ്മൾക്ക് ചുറ്റുപാടുമുള്ള മുസ്ലിം സമൂഹത്തിനും ലോകമെമ്പാടുമുള്ള മുസ്ലിമുകൾക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.